Praise the Lord. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ അഗ്നിയാ അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവായി. Holy, holy, Holy Spirit. Holy, holy, Holy Spirit. സൗഖ്യമായി വിടുതലായി ശക്തിയായി പറന്നിറങ്ങൂ. സൗഖ്യമായി വിടുതലായി ശക്തിയായി പറന്നിറങ്ങൂ. റൂഹായേ 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 അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവായി. Holy, holy, Holy Spirit. Holy, holy, Holy Spirit. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ അതിപ്രശസ്തമായ വയനാട്ടിലെ ഏറ്റവും പുരാതനമായ തീർത്ഥാടന ദേവാലയമായ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ അൾത്താരയിലാണ് കർത്താവായ ഈശോ നമ്മുടെ എല്ലാവരുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വചനപ്രഘോഷണത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് അമ്മമാരുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന കുഞ്ഞുങ്ങള് മഹത്വം പ്രാപിക്കട്ടെ എന്ന ദൈവചിന്തയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തില് ഗബ്രിയേൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞില്ലേ, മറിയമേ, നീതാ ഗർഭം ധരിക്കാൻ പോകുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കാൻ പോകുകയാണ്, നീ ഗർഭം ധരിച്ച് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് നീ ഒരു അമ്മയാകാൻ പോവുകയാണ്. തുടർന്ന് ആ ബൈബിൾ ഭാഗത്തിലെ ഏറ്റവും മനോഹരമായ രംഗങ്ങളിലൊന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വചനമാണ്. പരിശുദ്ധ അമ്മ ബന്ധപ്പെട്ട് എലീശ പുണ്യവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. തൻ്റെ ചാർച്ചക്കാരിയായ എലീശ പുണ്യവതി അപ്പോൾ ഗർഭിണിയാണ്. വന്ധ്യ എന്നറിയപ്പെട്ടിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ ലൂക്ക 1:47 പറയുന്നു, എലീശയുടെ ഉദരത്തില് 6 മാസം പ്രായമായ കുഞ്ഞ് കുതിച്ചു ചാടി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ദൈവിക വരങ്ങളാൽ നിറഞ്ഞു. അങ്ങനെ ഒരു അത്ഭുത ശിശു അവിടെ രൂപം കൊള്ളുകയാണ്. ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങള്, ഗർഭിണികളായ അമ്മമാര് ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. അവരുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. ഒരു മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള
ദൈവീക കൃപകൾ കൊണ്ട്, വരങ്ങൾ കൊണ്ട് ആ കുഞ്ഞ് നിറയപ്പെടട്ടെ. ആരോഗ്യമുള്ള കുഞ്ഞ് ഉണ്ടാകട്ടെ. പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടുകളെല്ലാം വിട്ടുമാറട്ടെ. പ്രിയ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങള് ദൈവാനുഗ്രഹത്തിന്റെ അടയാളങ്ങളാണ്. വിശുദ്ധ കൊച്ചുതെരേസ്യ പുണ്യവതിയുടെ മാതാപിതാക്കളായ വിശുദ്ധ ലൂയി മാർട്ടിനെ കുറിച്ചും വിശുദ്ധ സെലിൻ ഗെരിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. 1858 ജൂലൈ മാസം 13-ാം തീയതിയാണ് അവർ വിവാഹിതരായത്. അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഈ വചനപ്രഘോഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു ആദ്യത്തെ കുഞ്ഞിനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആധ്യാത്മിക പിതാവ്, അവരുടെ കുമ്പസാരക്കാരൻ സെലിൻ ഗെരിൻ എന്ന ആ കൊച്ചുതെരേസ്യ പുണ്യവതിയുടെ അമ്മയെ വിളിച്ചു പറഞ്ഞു, മോളെ, പ്രസവകാലം അടുക്കുമ്പോൾ ഗർഭിണിയായ അമ്മ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കണം. ഗർഭിണികളായിട്ടുള്ള അമ്മമാര്, സഹോദരിമാര് ഗർഭാവസ്ഥയിലാകുമ്പോൾ ദൈവവുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കണം. അതുവഴി അവർ കുഞ്ഞിൻ്റെ വിശുദ്ധ കൂടാരമായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതായത് കുഞ്ഞിൻ്റെ ദേവാലയമായിട്ട്, കുഞ്ഞിൻ്റെ ടബർനാക്കിളായിട്ട് ആ അമ്മമാര് മാറണം. പരിശുദ്ധ അമ്മ ഗർഭിണിയായപ്പോൾ എലീശ പുണ്യവതിയുടെ അടുത്തേക്ക് പോയി. യഥാർത്ഥത്തിൽ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമാണ് അവിടെ നടന്നത്. തൻ്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട കുഞ്ഞുമായി എലീശ പുണ്യവതിയുടെ അടുത്തേക്ക് ആ മലയുടെ ഇടയിലൂടെ അവൾ ബന്ധപ്പെട്ടു പോയി. ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവവുമായിട്ടുള്ള അടുപ്പം നാം കാണുന്നത് എലീശ പുണ്യവതിയിൽ ഉരുവാക്കപ്പെട്ട കുഞ്ഞിന് ലഭിച്ച അനുഗ്രഹമാണ്. സ്നാപയോഹന്നാന് ലഭിച്ച അനുഗ്രഹമാണ്. ആ കുഞ്ഞ് ദൈവീക വരങ്ങളുള്ള, ദൈവീക ഫലങ്ങളുള്ള, ദൈവീക കൃപകളുള്ള ഒരു കുഞ്ഞായിട്ട് വളർന്നു വരിക. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ വിശുദ്ധ കൊച്ചുതെരേസ്യ പുണ്യവതിയുടെ അമ്മയായ വിശുദ്ധ സെലി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, വിവാഹത്തിൽ ഞാൻ പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ധാരാളം കുഞ്ഞുങ്ങളെ തരണമേ. അപ്പോൾ കുഞ്ഞുങ്ങള് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദാമ്പത്യത്തിൻ്റെ അനുഗ്രഹമാണ് കുഞ്ഞുങ്ങള്. അതുകൊണ്ടാണ് സെലി ഗെരിൻ ഇങ്ങനെ പ്രാർത്ഥിച്ച, ദൈവമേ, ഞാൻ വിവാഹം കഴിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ എനിക്ക് ധാരാളം കുഞ്ഞുങ്ങളെ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശുദ്ധ ദമ്പതികള് ദൈവകരങ്ങളിൽ നിന്ന് മക്കളെ സ്വീകരിക്കാൻ വേണ്ടി അവരുടെ ഹൃദയങ്ങളെ ഒരുക്കി. ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും കൊച്ചുതെരേസ്യ പുണ്യവതിയുടെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, ദൈവമേ, ഇങ്ങനെ ഒരു സൃഷ്ടിയുടെ അമ്മയാകാൻ സാധിച്ചത് എൻ്റെ വലിയ ഒരു ഭാഗ്യമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ വയറുകൾ ഗർഭിണികളായിട്ടുള്ള സഹോദരിമാരെ, നിങ്ങളുടെ വയറ്റിൻ്റെ മേൽ കരങ്ങൾ വെച്ച് നിങ്ങളുടെ കുഞ്ഞിനെ തൊട്ടുകൊണ്ട് പറയണം, ഈശോയെ, ഇങ്ങനെ ഒരു കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അതിനുള്ള ഭാഗ്യം എനിക്ക് നൽകിയതിന്, എൻ്റെ ശരീരത്തെ ഒരു ദൈവത്തിൻ്റെ ഒരു മനുഷ്യ കുഞ്ഞിന് രൂപം കൊടുക്കുന്നതിന്, എൻ്റെ ശരീരത്തെ ഒരുക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എനിക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തിന് നന്ദി പറയുകയാണ്. സെലിൻ ഗെരി പറയുകയാണ്, എൻ്റെ ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ കൃപയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ സാധിക്കണം, നമുക്ക് ദൈവം നൽകുന്ന ഓരോ കുഞ്ഞും ദൈവാനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്.
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇങ്ങനെ പഠിപ്പിക്കുക, കുടുംബങ്ങൾക്കൊരെഴുത്ത് എന്ന പ്രബോധനത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു, ഒരു വ്യക്തിയുടെ ജന്മചരിത്രം ദൈവത്തിൻ്റെ നിത്യതയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് അളക്കാൻ സാധിക്കില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് ബുദ്ധി കൊണ്ട് ദൈവീക കാര്യങ്ങൾ നമുക്ക് അളക്കാൻ സാധിക്കില്ല. പക്ഷെ ഓരോ കുഞ്ഞിൻ്റെയും ജന്മചരിത്രം ദൈവത്തിൻ്റെ ഈ അനന്തമായ പരിപാലനയുമായി ബന്ധപ്പെട്ടതാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പിന്നീട് പറയാണ്, സമയത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന മാനുഷിക പിതൃത്വത്തോടും മാതൃത്വത്തോടും അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് സമയം സമാഗതമാകുമ്പോഴാണ് അത് മാനുഷികമായ പിതൃത്വത്തോട് മാതൃത്വത്തോട് ബന്ധപ്പെടുന്നത്. എന്നാൽ ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ മുൻപിൽ അനാദി മുതൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. കാലത്തിൻ്റെ തികവിലാണ് അത് മനുഷ്യ പിതൃത്വത്തോടും മനുഷ്യ മാതൃത്വത്തോടും ബന്ധപ്പെടുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ത്യാഗമതി, ഒരു രക്തസാക്ഷിയായ ഒരമ്മയുടെ കഥ കൂടി ഓർക്കുന്ന നല്ലതാണ്. ആ അമ്മയുടെ പേരാണ് വിശുദ്ധ ജിയാന്ന ബെനറ്റ്. വിശുദ്ധയായി സഭ പ്രഖ്യാപിച്ചു. പിയേത്രോ ജിയന്ന ദമ്പതികളെ, മിലാൻ അടുത്തുള്ള ദമ്പതികളാണ്. അവർ നല്ല വിശുദ്ധരായ ദമ്പതികളാണ്. രണ്ടുപേരും ഡോക്ടർമാരാണ്. ഡോക്ടർ പിയേത്രോ, ഡോക്ടർ ജിയന്നോ. അവർക്ക് 3 മക്കളെ ദൈവം കൊടുത്തു. 1961 ഈ ഡോക്ടർ ജിയന്ന വീണ്ടും ഗർഭിണിയാകുകയാണ്. 4ാമത്തെ കുഞ്ഞിന് അവൾ ജന്മം കൊടുക്കാൻ വേണ്ടി അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാക്കപ്പെടുകയാണ്. അങ്ങനെ ഈ വളർന്നു വരുന്ന സമയത്ത് കുറേ മാസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ഡോക്ടർ ജിയന്നയ്ക്ക് വയറുവേദന ആരംഭിക്കാൻ തുടങ്ങി. ഈ ജിയന്നയുടെ സഹോദരൻ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അദ്ദേഹം എക്സ്റേ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു, നോക്ക്, ഈ വയറുവേദനയ്ക്ക് കാരണം ഗർഭപാത്രത്തിൽ വളരുന്ന ഒരു ട്യൂമറാണ്. അപ്പം അതിൻ്റെ ചികിത്സകൾ ഉടനെ നമുക്ക് ആരംഭിക്കണം. അങ്ങനെ വിദഗ്ധരായ ഡോക്ടർമാരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയി. ആ ഡോക്ടർമാരെല്ലാവരും കൂടി ആലോചിച്ച് അവർ പറഞ്ഞു, ഇതൊരു മാരകമായ ട്യൂമറാണ്. നമ്മുടെ മുൻപിൽ 3 പ്രതിവിധികളാണുള്ളത്. ഒന്ന്, ഗർഭപാത്രം നീക്കം ചെയ്യണം. നീക്കം ചെയ്താൽ അമ്മയ്ക്ക് അപകടം ഉണ്ടാവില്ല, പക്ഷേ കുഞ്ഞ് നഷ്ടപ്പെടും. രണ്ടാമത്തേത് അവർ പറഞ്ഞു, ഗർഭചിത്രത്തിന് ശേഷം നമുക്ക് ട്യൂമർ നീക്കം ചെയ്യാം. അതായത് ആദ്യം ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട കുഞ്ഞിനെ കൊല്ലാം, ഗർഭചിത്രം, അബോർഷൻ, എന്നിട്ട് നമുക്ക് ട്യൂമർ നീക്കം ചെയ്യാം. അതാണ് ഡോക്ടർമാർ പറഞ്ഞ 2ാമത്തെ പ്രതിവിധി. 3ാമത്തേത് പറഞ്ഞു, കുഞ്ഞിനെ രക്ഷിച്ച് നമുക്ക് ട്യൂമർ നീക്കം ചെയ്യാം, പക്ഷെ അപ്പോൾ അമ്മയുടെ ജീവിതം അപകടത്തിലാവും. ഇത് ഡോക്ടർ ദമ്പതികളായതുകൊണ്ട് ഡോക്ടർമാർ ഡോക്ടർ ജിയന്നയുമായിട്ട് ഇതങ്ങോട്ട് ഡിസ്കസ് ചെയ്തു. അവൾ ചെയ്തത് ഇതാണ്. ആദ്യത്തെ 2 നിർദ്ദേശങ്ങളും അവൾ നിരസിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ ജീവൻ പോയാലും എന്ത് തന്നെ കാരണമായാലും എൻ്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട കുഞ്ഞ് നശിപ്പിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ അവിടെ കടന്നു വന്ന ചോദ്യം ഇതാണ്, അമ്മ വേണോ കുഞ്ഞ് വേണോ? ആ ഡോക്ടർ ജിയന്ന തൻ്റെ കുഞ്ഞിന് വേണ്ടി നിലകൊള്ളുകയാണ്. എല്ലാവരും കേൾക്കി അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ട്യൂമർ മാത്രം നീക്കം ചെയ്യുന്ന സർജറി ചെയ്യുക എന്ന് പറഞ്ഞാൽ
അമ്മയുടെ ജീവിതം അപകടത്തിലാകും. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ട്യൂമർ മാത്രം നീക്കം ചെയ്യുമ്പോൾ അമ്മ അപകടത്തിലാകും. ഡോക്ടർ പിയത്രോയോട് ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ ഭാര്യയോട് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്ക്. കാരണം ഇത് നമ്മൾ ലെസർ ഈവിൾ പ്രിൻസിപ്പിൾ എടുക്ക്. വലിയ തിന്മ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ തിന്മ, അതാണല്ലോ ലെസർ ഈവിൾ പ്രിൻസിപ്പിൾ. അപ്പം അതിനെക്കുറിച്ചെല്ലാം ഡോക്ടർ പിയത്രോയുമായിട്ട് മറ്റു ഡോക്ടർമാർ ചർച്ച ചെയ്തു. നിലവിളിച്ചുകൊണ്ട് ഡോക്ടർ പിയത്രോ തൻ്റെ ഭാര്യ ജിയന്നയുടെ അടുത്തേക്ക് ചെല്ലിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ 3 കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട്? രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, എനിക്കാരുണ്ട് എൻ്റെ പ്രിയതമേ, നീ മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കാരുണ്ട്? നമ്മൾ 2 പേര് ചെറുപ്പമല്ലേ? ദൈവം നമുക്ക് നൽകിയ 3 കുഞ്ഞുങ്ങളെ ഏറ്റവും മെച്ചമായിട്ട് വളർത്തുന്നതല്ലേ നമുക്ക് നല്ലത്. 4ാമത്തെ ഒരു കുഞ്ഞിനെ നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കിക്കൂടെ? വീണ്ടും പറഞ്ഞു, മോളെ ഇത് കേൾക്കുന്നീ, അപ്പനേക്കാൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം അമ്മയെ അല്ലേ? ഡോക്ടർ ജിയന്ന കുറച്ചു നേരം നിശബ്ദമായി എല്ലാം കേട്ടു. എന്നിട്ട് അവൾ പറഞ്ഞു, കെട്ടിയൻ്റെ കരങ്ങൾ, നിങ്ങളെനിക്ക് എൻ്റെ ഏറ്റവും പ്രിയതമനാണ് എനിക്ക്. പക്ഷെ എൻ്റെ അപേക്ഷ ഇതാ, നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നെയും കുഞ്ഞിനെയും രക്ഷിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഞങ്ങളിൽ ഒരാൾ എന്ന ഘട്ടം വന്നാൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളിൽ ഒരാൾ എന്ന ഘട്ടം വന്നാൽ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക. ഡോക്ടർ ജിയന്നയുടെ വാശിക്ക് മുൻപിൽ ഡോക്ടർമാർ വഴങ്ങി. 1961 സെപ്റ്റംബർ ആദ്യത്തിൽ തന്നെ ശസ്ത്രക്രിയ നടത്തി. ഗർഭസ്ഥ ശിശുവിന് യാതൊരു കുഴപ്പവുമില്ലാത്ത തരത്തിൽ ട്യൂമർ നീക്കം ചെയ്തു. അവളിങ്ങനെ കട്ടിലിൽ തന്നെയാണ്. അവളുടെ കുഞ്ഞ് വളർന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ പ്രസവിച്ചു. 1962 ഏപ്രിൽ മാസത്തിലാണ് അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ഏപ്രിൽ മാസം 21-ാം തീയതി 4ാമത്തെ കുഞ്ഞ് അവൾക്ക് പിറന്നപ്പോൾ അവൾ കൈകളിൽ എടുത്തുകൊണ്ട് ആ കുഞ്ഞിന് കൊടുത്ത പേര് ജിയന്ന എമ്മാനുവേലെ എന്ന് പറഞ്ഞാൽ ദൈവം കുഞ്ഞ് ജിയന്നയുടെ കൂടെ. ഗോഡ് ഈസ് ഇമ്മാനുവൽ, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ദൈവം. ജിയന്ന, കുഞ്ഞ് ജിയന്നയുടെ കൂടെ ദൈവം. ജിയന്ന എമ്മാനുവൽ എന്ന പേര് കൊടുത്തു. 1962 ഏപ്രിൽ 28 കർത്താവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ അമ്മ തൻ്റെ കുഞ്ഞിനെ കണ്ട് 39-ാമത്തെ വയസ്സിൽ അവൾ മരണമടഞ്ഞു. തൻ്റെ ചോര കുഞ്ഞിനെ രക്ഷിക്കാൻ രക്തസാക്ഷിയായ ഒരു അമ്മയുടെ കഥയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. നമ്മുടെ അമ്മമാരുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ വലിയ ദാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞ്, നമ്മുടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിറയുമ്പോൾ നിങ്ങളുടെ ആകുലതകളും ആശങ്കകളും നിങ്ങളുടെ ശാരീരിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം എടുത്തു മാറ്റപ്പെടുമെന്ന് എനിക്കുറപ്പാണ്. കുടുംബങ്ങൾക്കൊരെഴുത്തെന്ന തിരുവെഴുത്തിലൂടെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇങ്ങനെ പഠിപ്പിച്ചു. ഒരമ്മയുടെ പ്രസവത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മണിക്കൂറുകളോടാണ് അതിനെ താരതമ്യപ്പെടുത്തിയത്. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയുടെ വേദന ക്രൂശിതനായ കർത്താവിൻ്റെ ഗാഗുൽത്താ മലയിലെ പീഡാനുഭവമായിട്ട് പാപ്പ താരതമ്യപ്പെടുത്തുക. കുഞ്ഞ് ജനിക്കുമ്പോൾ ഉദ്ധിതനായ ക്രിസ്തു, മഹത്വപ്പെട്ട ക്രിസ്തുവുമായിട്ട് താതാമ്യപ്പെടുത്തുക. അപ്പോൾ ഓരോ അമ്മയുടെ സഹനവും, ഓരോ അമ്മയുടെ ഗർഭാവസ്ഥയിലുള്ളപ്പോൾ അമ്മമാർ അനുഭവിക്കുന്ന
ആകുലതകളും അസ്വസ്ഥതകളും ടെൻഷനും പ്രഷറും ഷുഗറും മറ്റ് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഗാഗുൽത്ത മലയിലെ കർത്താവായ യേശുവിൻ്റെ പീഡാസഹനവുമായിട്ട് അത് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാ. ഇതേപോലെ ഓരോ അമ്മ കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതിയോടുകൂടി സഹകരിക്കുമ്പോൾ ആ പീഡകളും ആ ബുദ്ധിമുട്ടുകളുമെല്ലാം ഒരനുഗ്രഹമായിട്ട് മാറുകയാണ്. അവിടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറുന്നു, തങ്ങൾക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നു. കാരണം ഉദ്ധിതനായ രക്ഷകനായ യേശുവിൻ്റെ മഹത്വവുമായിട്ട് പാപ്പ അതിനെ താതാമ്യപ്പെടുത്തുക. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ 2 തരത്തിലുള്ള ശുശ്രൂഷകൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 മേഖലകൾ. ഒന്ന്, തൻ്റെ മകൻ കല്ലിൽ തട്ടി വീഴുന്നത് കണ്ട് ഒരമ്മ ഓടി വന്നവനെ ശുശ്രൂഷിച്ച് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവനെ അതെല്ലാം ഭേദമാക്കി. അവൾ ആ കുഞ്ഞിന് തൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുക. എന്നാൽ ഇന്നിൻ്റെ ഒരു പ്രത്യേകത, തൻ്റെ മകൻ കല്ലിൽ തട്ടി അല്ല തൻ്റെ മകള് കല്ലിൽ തട്ടി വീഴുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ കല്ലുകളെല്ലാം എടുത്തു മാറ്റപ്പെടുന്നു. അങ്ങനെ കുഞ്ഞ് സുരക്ഷിതനാകുന്നു. പക്ഷേ ആ കുഞ്ഞിന് അമ്മയുടെ സ്നേഹം അനുഭവേദ്യമാകുന്നില്ല. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും എല്ലാം കുഞ്ഞറിഞ്ഞു വളരാനായിട്ട് ഇടവരട്ടെ. കുഞ്ഞത് കാണട്ടെ, കുഞ്ഞത് കേൾക്കട്ടെ, കുഞ്ഞത് അനുഭവിക്കട്ടെ. ആ കുഞ്ഞിനായിരിക്കും തങ്ങളുടെ അമ്മമാരോട് വലിയ സ്നേഹമായിരിക്കും. എൻ്റെ അമ്മ നൊന്താണ് എന്നെ പ്രസവിച്ചത്, എൻ്റെ അമ്മ നൊന്താണ് എന്നെ വളർത്തിയത്, എൻ്റെ അമ്മ നൊന്താണ് എൻ്റെ കാര്യങ്ങൾ ചെയ്തതെന്ന് കുഞ്ഞ് തിരിച്ചറിയുമ്പോൾ ആ കുഞ്ഞ് അമ്മയുടെ പൊക്കിൾ കൊടിയോടൊപ്പം എപ്പോഴും ചേർന്ന് നിൽക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുക. നിങ്ങളുടെ ആകുലതകൾ, നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, കാരണം പരിശുദ്ധ അമ്മയ്ക്ക് അത് നന്നായിട്ട് അറിയാം. വിശുദ്ധ മോൺഫോർട്ട് ദ ട്രൂ ഡിവോഷൻ ടു മേരി, മാതാവിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിൽ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ ആശങ്കകൾ, ആകുലതകൾ, വേദനകൾ, നൊമ്പരങ്ങൾ, ഛർദിലുകൾ, അസ്വസ്ഥതകളെല്ലാം നിങ്ങൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചാൽ നിങ്ങളുടെ ആശങ്കകളും നിങ്ങളുടെ പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടുകളും എല്ലാം പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളുമെന്ന്. ഇത് അച്ഛൻ്റെ ഈ വചനപ്രഘോഷം നടക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ പള്ളിയിലാണ്. ജനലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്ന് അമ്മേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടാണ് അച്ഛൻ ഇന്ന് ഈ വചനപ്രഘോഷം നടത്തുന്നത്. കാനായിലെ കല്യാണ വീട്ടിലെ അസ്വസ്ഥതകൾ ഇല്ലാതാക്കിയവളാണ് പരിശുദ്ധ അമ്മ. യേശുവിൻ്റെ സഹായമാണ് പരിശുദ്ധ അമ്മ തേടിയത്. അതിൻ്റെ ഫലമായിട്ടാണ് ആ കുടുംബത്തിൽ അത്യുന്നതൻ്റെ ശക്തി ഇറങ്ങി വന്ന് ആ കുടുംബം മാനക്കേടിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്ന് നിങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും വ്യാകുലതകളും എല്ലാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, നിങ്ങളെ നോക്കാൻ ആളില്ലാത്തതും, ഒറ്റപ്പെടലും, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ വിദേശത്തുള്ളപ്പോൾ ഭർത്താക്കന്മാർ കൂടെ ഇല്ലാത്ത അവസ്ഥയിലുള്ള ഗർഭിണികളായ സഹോദരിമാർ, നിങ്ങളുടെ ഒറ്റപ്പെടലുകളും ദുഃഖങ്ങളിലും ആശങ്കകളിലും എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കട്ടെ. പരിശുദ്ധ അമ്മ അതെല്ലാം ഏറ്റെടുക്കുമെന്ന് വിശുദ്ധ മോൺഫോർട്ടിലൂടെ ഉള്ള ആ വെളിപാടിൽ വിശ്വസിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം ഗർഭിണികളായിട്ടുള്ള എല്ലാ സഹോദരിമാരെയും അതോടൊപ്പം തന്നെ അവർ താമസിക്കുന്ന ആ വീടിനെയും ആ യുവദമ്പതികളെയും കർത്താവായ ഈശോ പ്രത്യേകം ഇന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയെ നവീകരിക്കാൻ, സഭയെ ശക്തിപ്പെടുത്താൻ, നമ്മളെല്ലാവരും അനുഗ്രഹിക്കാൻ തിരുവോസ്തിയിൽ ഈശോ സത്യമായിട്ട് എഴുന്നള്ളി വന്നിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എല്ലാവർക്കും ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ ആരാധിച്ച മക്കളെ, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് യൂട്യൂബിലൂടെ എല്ലാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, ഷെക്കന ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അൾത്താരയില് പള്ളിക്കുന്നിൽ ലൂർദ് മാതാവിന്റെ, വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലൂർദ് മാതാവിന്റെ ഈ അത്ഭുത അൾത്താരയില് എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവായ യേശുവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ കൂപ്പിപ്പിടിച്ച് തല കുമ്പിട്ട് കർത്താവിനൊന്ന് ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈശോയുടെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. എല്ലാവരും സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അഗ്നിയാ സുവിശേഷാഗ്നിയാ, വചനമാ ആത്മാവിൻ നിറവാ. അഗ്നിയാ അഗ്നിയാ സുവിശേഷാഗ്നിയാ, സുവിശേഷാഗ്നിയാ, വചനമാ വചനമാ ആത്മാവിൻ